ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമ്മുടെ അങ്ങനെ ഫസ്റ്റ് ഞാൻ ഇൻട്രോ കൊടുത്തു. എന്തായാലും കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും കൊടുത്തു മച്ചന്മാരെ. അപ്പം എല്ലാവർക്കും നമ്മുടെ ആദ്യം തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ 1K പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാം ലൈക്ക് അടിച്ച് പവറാക്കുക. അതുപോലെ തന്നെ മച്ചന്മാരെ ഉറപ്പായിട്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക മച്ചന്മാരെ. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ എന്തായാലും റൈകാർഡിന്റെ 500 കോയിൻ പൊട്ടിച്ചു. എന്തായാലും നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും മച്ചന്മാരെ ഞാൻ എന്താ പറയുക, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഷോർട്ട് ടൈം എങ്ങനെ തുറക്കുന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ അടുത്തൊരു സൂപ്പർ മാച്ചുമായിട്ട് സെറ്റ് ചെയ്ത് ഞാൻ ഡിവിഷൻ മാച്ച് ഇറക്കുന്നതായിരിക്കും കേട്ടോ. റൈകാർഡിന്റെ ഒരു എങ്ങനെയാണ് മാച്ചപ്പ് കളിയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എടുത്തതിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു. ഉറപ്പായിട്ട് നമ്മൾ വരുന്ന വീഡിയോയിൽ ഉറപ്പായിട്ട് സെറ്റ് ആക്കട്ടോ. പിന്നെ കുറച്ച് പേര് നമ്മുടെ റൂമിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് സെറ്റ് ആക്കട്ടോ മച്ചന്മാരെ. അതൊക്കെ വരികയാണ്. അപ്പോൾ ഡെയിലി നമ്മൾ 8 മണിക്കായിരിക്കും നൈറ്റ് ലൈവ് ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ അപ്പോൾ ജോയിൻ ചെയ്യാം കേട്ടോ മച്ചന്മാരെ. അപ്പോൾ ഞാനെന്താ പറയുക, നമ്മുടെ ട്രിക്കിലേക്ക് കിടക്കുവാണ് ഗൈസ്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ എനിക്ക് തോന്നുന്നു ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഫ്രീ ട്രയൽ ആർക്കൊക്കെ നമ്മുടെ ഷോർട്ട് ടൈം കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ മച്ചന്മാരെ. അപ്പോൾ ഞാൻ റൂബൻ ഡൈസിന് എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, സാധാരണ പോലെ സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കുകയാണ്. ഓക്കെ, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കുന്നില്ല, ഞാൻ ജസ്റ്റ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുന്നതാണ്. പിന്നെ അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ഓൾറെഡി കേസ് എന്താ പറയുക, ഞാൻ ഇന്ന് സിയോട് നിൽക്കുകയാണ്. സിയോട് നിൽക്കിയതിന് ശേഷം തൊട്ടടിയിലേക്ക് പോവുകയാണ്. എന്താ പറയുക, ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് കുറെ പേർക്ക് നമ്മുടെ പാക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. തൊട്ടടിയിലേക്ക് പോയിട്ട് ഓക്കെ മച്ചന്മാരെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു റൈകാർഡിന്റെ കാർഡ് എടുക്കണം. നല്ലൊരു കാർഡാണ്. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ഗെയിം ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എടുക്കണമെന്ന് അറിയാലോ. ഓക്കെ, പിന്നെ കേസ് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തൊരു കാര്യം അങ്ങനെ വരാൻ പോവാണ്. മൺഡേ നമ്മുടെ CR7 പാക്കൊക്കെ അങ്ങനെ വരാൻ പോവാണ് മച്ചന്മാരെ. അപ്പോൾ കേസ് ഞാൻ അതിനുശേഷം മച്ചന്മാരെ ജസ്റ്റ് താഴേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഡീഗി ഇല്ലേ ഗൈസ്, ഡേവിഡ് ഡീഗൻ എടുക്കുകയാണ്. ജസ്റ്റ് എന്താ പറയുക, ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ഉറപ്പായിട്ട് ചെയ്ത് നോക്കട്ടോ ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾ ഷോർട്ട് ടൈം എന്താ പറയുക 100 കോയിൻ ഇട്ടാൽ മതി ഗൈസ്. 100 കോയിൻ ഇട്ടാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏകദേശം കിട്ടുന്നതായിരിക്കും. നമുക്ക് എന്തായാലും എനിക്ക് രാവിലെ തന്നെ കിട്ടുമെന്ന് കൊനാമി തരുമോന്ന് ഗൈസ്. അപ്പം ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന്. അതിനുശേഷം നമ്മുടെ കോവലിനെ എടുക്കുകയാണ് മച്ചന്മാരെ. എന്തായാലും ഡെയിലി ഗെയിമിൽ പെനാൽറ്റിയിൽ നമുക്ക് 2 പ്ലെയറോട് വന്നു, ക്യാൻഡയും പിന്നെ നമ്മുടെ പുതിയൊരു ഗോളി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് എടുക്കണം മച്ചന്മാരെ. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ പറയുക കോബലിനെ എടുത്തു. അതിനുശേഷം വീണ്ടും നമ്മുടെ ലാപ്പോട്ടേനെ എടുക്കുന്നു. സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കട്ടെ മച്ചന്മാരെ. ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഫ്രീ ട്രയലൊക്കെ എത്ര അടിച്ചു അല്ല, എത്രന്നല്ല, ഫ്രീ ട്രയലൊക്കെ ആരെ കമന്റ് ചെയ്യുക. നമ്മുടെ ഇന്നലെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കുറച്ച് പേർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം നമ്മുടെ ജോജി മാൻഡേഴ്സിനെ എടുക്കുകയാണ്. എന്തായാലും എൻ്റെ മറ്റേ അക്കൗണ്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. CBനെ ഒരു പ്രാവശ്യം എടുത്ത് ഞാൻ പുറത്ത് ഇതാക്കി കേട്ടോ മച്ചന്മാരെ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലാസ്റ്റ് വരെ കാണാം കേട്ടോ. ജൊനാഥൻ ടാഹിനെ എടുക്കുന്നു. നമുക്ക് ഏത് കിട്ടിയാലും കുഴപ്പമില്ല. എനിക്ക് വാൻഡിജിക്കിനെ കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു ഷോർട്ട് ടൈം. ഓക്കെ ഗൈസ്, അപ്പോൾ അതിനുശേഷം ഞാൻ എല്ലാം ജസ്റ്റ് നോക്കുകയാണ്. കോബലിനെ വീണ്ടും എടുക്കുന്നു, ജസ്റ്റ് ബാക്ക് പോയി, വീണ്ടും കോബലിനെ എടുക്കുന്നു, ബാക്ക്. പിന്നെ അതിനുശേഷം നമ്മുടെ ഡയസിനെ എടുക്കുന്നു. ഡയസ് കിട്ടിയാലും കുഴപ്പമില്ല. ഇന്നലെ നമ്മുടെ ലൈവിൽ ഓൾറെഡി ഡയസിനെ കുറച്ച് പേര് ഇറക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോമാച്ചിലായാലും 1 vs 1 പിന്നെ മച്ചന്മാരെ ഉറപ്പായിട്ട് ഞാൻ നമ്മുടെ റൈകാർഡിന്റെ ഉറപ്പായിട്ട് ഞാനൊരു മാനേജർ ഇത് സെറ്റ് ആക്കാം കേട്ടോ. മാച്ച് ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ കിട്ടും നോക്കാം. ഇറ്റ്സ് ഷോർട്ട് ടൈം മച്ചന്മാരെ. ഷോർട്ട് ടൈം ആണോ? അല്ലടാ, ഷോർട്ട് ടൈം അല്ല ഇത്. മറ്റേ നീല കത്തി എന്റെ പൊന്നു പൈസ. എനിക്ക് മൊത്തത്തിൽ ഇതാണല്ലോ കത്തുന്നത്. എപ്പിക്ക് അടയ്ക്കും ഇങ്ങനെ കത്തും മച്ചന്മാരെ. അപ്പോൾ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏതാ കിട്ടിയത്. എനിക്ക് ഡേനിങ്സ് എന്ന് പറഞ്ഞൊരു പ്ലെയറിനാണ് കിട്ടിയത്. അപ്പോൾ മച്ചന്മാരെ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആരെയും കിട്ടിയെന്ന്. ഫസ്റ്റ് ട്രൈ ആണോ, അല്ലെങ്കിൽ സെക്കൻഡ് ട്രൈ ആണോ, ഫ്രീ ട്രൈ ആണോ, അല്ലെങ്കിൽ എത്ര കോയിൻ കൊടുത്തിട്ടാണ് നമ്മുടെ പാക്കുകളൊക്കെ എടുത്ത് ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ മച്ചന്മാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ മച്ചന്മാരെ ഞാൻ എന്തായാലും നമ്മുടെ റൈകാർഡിന്റെ മാനേജറിന്റെ നല്ലൊരു ഡിവിഷൻ മാച്ച് അപ്ലോഡ് ചെയ്യാം പെട്ടെന്ന് തന്നെ. കാരണം വേറൊന്നുമല്ല മച്ചന്മാരെ, ഓൾറെഡി ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ തന്നെ ചാനലിന് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.